തൃശൂരിലെ ATM കവർച്ചാ സംഘത്തിലെ ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തമിഴ്നാട് പോലീസുമായി ഏറ്റുമുട്ടിയത് നാമക്കലിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. ഹരിയാന സ്വദേശികളായ 5 പ്രതികൾ പിടിയിൽ. പണം കടത്തിയത് കണ്ടെയ്നർ ലോറിയിൽ. PV അൻവറിന് മറുപടിയുമായി മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും തള്ളുന്നു. LDFന്റെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദമായി പിന്നീട് പ്രതികരിക്കുമെന്നും പിണറായി വിജയൻ. പ്രത്യാഘാതം ഭയക്കുന്നില്ല എന്ന് PV അൻവർ. PV അൻവർ MLAയെ പ്രതിരോധിക്കാൻ CPIM. പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. അൻവർ പാല് കൊടുത്ത കൈക്ക് കൊത്തിയെന്ന് AK ബാലൻ. ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണങ്ങളെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ UDF. ADGPയെ 3-ാം ദിവസവും വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം. പൂരദിവസം റവന്യൂ മന്ത്രിക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത വിധം വഴിമുടക്കിയെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്താൻ അവസരമുണ്ടാക്കി. ഗൂഢാലോചനയുടെ മറനീക്കുന്ന അന്വേഷണം അനിവാര്യമാണെന്നും ജനയുഗം. കൊച്ചിയിൽ ഒരാൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നെത്തിയ ആൾ ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരം. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ DNA ഫലം കാത്ത് കുടുംബം. മൃതദേഹം വിട്ടുനൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ.